പിണറായി ചോദ്യം ചെയ്യപ്പെടുന്നുണ്ടോ എന്നാണ് ചോദ്യം. ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു നേതാവല്ല പിണറായി എന്നുള്ളതാണ് എൻ്റെ പക്ഷം. പിണറായിയോ സ്റ്റാലിനോ അതല്ല, ഇനി ഏത് കമ്മ്യൂണിസ്റ്റ് നേതാവാണെങ്കിലും ശരി, അയാൾ ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ലാത്തൊരു നേതാവേ അല്ല എന്നുള്ളതാണ്. കേരളത്തിൻ്റെ പശ്ചാത്തലത്തിൽ പിണറായി വിജയന് അധികാരമാരും താലത്തിലെടുത്തു വെച്ച് കൊടുത്തതല്ല. പിണറായി വിജയന് പാരമ്പര്യമായി കിട്ടിയ മൂലധനവുമല്ല. പിണറായി വിജയൻ പോരാടിയും പിണറായി വിജയൻ പാർട്ടി പ്രവർത്തനം നടത്തിയും രാഷ്ട്രീയമായ വേദനകൾ അനുഭവിച്ചുമാണ് പിണറായി വിജയൻ പാർട്ടി സെക്രട്ടറി ആവുന്നത്, പിണറായി വിജയൻ MLA ആവുന്നത്, പാർട്ടി സെക്രട്ടറിയിൽ നിന്ന് പിന്നീട് പോളിറ്റ് ബ്യൂറോ മെമ്പർ വരെ ആകുന്നത്, അവിടെ നിന്ന് മന്ത്രിയാകുന്നതും പിന്നീട് മുഖ്യമന്ത്രിയാകുന്നതുമെല്ലാം. അതുകൊണ്ട് തന്നെ പിണറായി വിജയൻ എന്ന് പറയുന്നൊരു നേതാവിൻ്റെ നേതൃപാടവത്തെയോ അദ്ദേഹം കടന്നു വന്ന വഴികളെയോ ചോദ്യം ചെയ്യാൻ ഞാൻ അശക്തനാണ്. നമ്മുടെ മുന്നിൽ അതൊരു തുറന്ന അധ്യായം പോലെയുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷങ്ങൾക്കുള്ളിൽ കേരളത്തിലെ രാഷ്ട്രീയത്തിൽ സംഭവിച്ച മാറ്റം അത് നമ്മൾ വളരെ ക്രിട്ടിക്കലായി തന്നെ വിലയിരുത്തണം എന്നതാണ് എൻ്റെ പക്ഷം. പിണറായി വിജയൻ അടിയന്തരാവസ്ഥയുടെ കാലത്ത് ജയിലിൽ കിടന്നിട്ടുണ്ട്. ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന മുഖ്യമന്ത്രി ഈ ശ്രീനാരായണ ഗുരുവിനെ കുറിച്ചുള്ള ഉപന്യാസത്തിന് 1ാം സമ്മാനം വാങ്ങിക്കുന്ന കാലമാണ്. എന്ന് പറഞ്ഞാൽ 5ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയം. 18 മാസം ജയിലിൽ കിടന്ന മനുഷ്യനാണ്. അന്നേറ്റ മുറിപ്പാട് ഇന്നും പിണറായി വിജയൻ്റെ ശരീരത്തിലുണ്ട്. അവിടെ മുതൽ ഇങ്ങോട്ട് അധികാരം എന്ന് പറഞ്ഞാൽ അതെത്രമാത്രം വേദനിപ്പിക്കുന്നതാണ് എന്ന് അനുഭവിച്ചറിയാവുന്ന നേതാവാണ് പിണറായി വിജയൻ. പക്ഷേ അതേ പിണറായി വിജയൻ തന്നെ പിൽക്കാലത്ത് അധികാരത്തിനിരയായിത്തീരുന്ന കാഴ്ചയും നമ്മൾ കാണുന്നു. ഇത് അധികാരം എങ്ങനെയാണ് വ്യക്തികളിലും സംഘടനകളിലും മനുഷ്യരിലും സമൂഹത്തിലും പ്രവർത്തിക്കുക എന്നുള്ളതിൻ്റെ ഒരു നേരിട്ടുള്ള ഉദാഹരണമായിട്ടാണ് നമ്മളത് വിലയിരുത്തേണ്ടത്. പിണറായി വിജയനാണ് ഈ പരാജയത്തിൻ്റെ കാരണഭൂതൻ എന്ന ലളിതയുക്തി CPM-നെയോ ഈ പാർട്ടിയോ രാഷ്ട്രീയത്തെയോ ശരിയായി വിശകലനം ചെയ്താൽ സഹായിക്കില്ല എന്നതാണ് എൻ്റെ നിലപാട്. ഒരു വ്യക്തിയുടെ പരാജയമല്ല യഥാർത്ഥത്തിൽ ആ വ്യക്തിയുടെ പരാജയത്തിലേക്ക് നയിച്ച കൂട്ടായ കാരണങ്ങൾ എന്തൊക്കെ, അതിൽ എവിടെയാണ് പിണറായി വിജയന് പാളിച്ച പറ്റിയത്, പിണറായി വിജയൻ അങ്ങനെ പാളിച്ച പറ്റാനുള്ള വഴി ഒരുക്കി കൊടുത്തത് എങ്ങനെയാണ് എന്നുള്ളതാണ് സൂക്ഷ്മമായി വിലയിരുത്തേണ്ടതെന്നുള്ളതാണ് എൻ്റെ പക്ഷം. ഞാൻ പറഞ്ഞല്ലോ, ആദ്യം അധികാരത്തിൻ്റെ ഇരയായിത്തീർന്നു, പിന്നീട് അധികാരം കൊണ്ട് ഇരയാക്കപ്പെട്ടു എന്നുള്ളതാണ് 2ാം ഘട്ടത്തിൽ സംഭവിച്ചത്. എങ്ങനെയാ? ഞാൻ റൊമേനിയയിലെ ഒരു കമ്മ്യൂണിസ്റ്റ് നേതാവിൻ്റെ കഥ പറയാം. നിക്കോളാസ് ചൗഷസ്കി എന്നാണ് പേര്. നിക്കോളാസ് ചൗഷസ്കി 20 വർഷം 2 പതിറ്റാണ്ട് കാലം റൊമേനിയയെ ഭരിച്ചു. ഏകദേശം പിണറായി വിജയനെ പോലെ തന്നെ വളരെ ദരിദ്രമായ ബാല്യകാലം. അവിടെ നിന്ന് 10ാം ക്ലാസ്സിൽ കഷ്ടപ്പെട്ട് കടമെടുത്ത് പഠിച്ച പുസ്തകങ്ങളിലൂടെ 10ാം ക്ലാസ് വരെ പഠിച്ച് അവിടെ നിന്ന് പിന്നീട് നാടുവിട്ടുപോയി. അതിനുശേഷം വളരെ ബുദ്ധിമുട്ടി ചെരുപ്പ് തുന്നൽ പണിയിലൊക്കെ ഏർപ്പെട്ട് അതിനുശേഷം വളരെ കഷ്ടപ്പെട്ടാണ് അദ്ദേഹം പാർട്ടിയുടെ നേതൃസ്ഥാനത്തേക്ക് എത്തുന്നത്. ഏറ്റവും ദരിദ്രമായ അവസ്ഥയിൽ വേട്ടയാടപ്പെട്ട നേതാവായിരുന്നു. അന്ന് നിക്കോളാസ് ചൗഷസ്കി എത്തുമ്പോൾ റൊമാനിയയുടെ അവസ്ഥ വളരെ മോശമായിരുന്നു. പക്ഷേ പിന്നീട് തൻ്റെ ഭരണകാലത്ത് റൊമാനിയയെ സമ്പദ് സമൃദ്ധിയിലേക്ക് നയിക്കാൻ ഒരു കാലത്തിൽ അദ്ദേഹത്തിന് സാധിച്ചു. പിന്നീട് അദ്ദേഹത്തിൻ്റെ തന്നെ നയങ്ങൾ കൊണ്ട് അത് പിന്നിലോട്ട് പോയെങ്കിൽ പോലും ജനങ്ങളുടെ വിശ്വാസ്യത ആർജിച്ചെടുത്ത ഈ നിക്കോളാസ് ചൗഷസ്കി ജനങ്ങൾക്ക് വളരെ ഇഷ്ടമായിരുന്നു. തങ്ങളുടെ ലീഡറായും ക്യാപ്റ്റനായും റൊമേനിയയെ കണ്ട നേതാവാണ്. പക്ഷേ തുടർച്ചയായിട്ടുള്ള അധികാരം ചൗഷസ്കിയെ അധികാരത്തിന് ഇരയാക്കി തീർക്കുകയാണ് ചെയ്തത്. ഒടുവിൽ എന്ത് സംഭവിച്ചു? ചൗഷസ്കിക്ക് തനിക്കെതിരെ രൂപപ്പെട്ടു വരുന്ന ജനവികാരം തിരിച്ചറിയാൻ കഴിയാതെ പോയി. അദ്ദേഹം ജൂലൈ തീസിസ് എന്ന് പറയുന്ന മനുഷ്യാവകാശ ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായ ഒരു ഏടുണ്ടാക്കി. അത് പ്രകാരം നമ്മൾ ഇന്ന് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന AD തോമസിനെ മർദ്ദിക്കുന്നത് പോലെയുള്ള വളരെ സാഹസികമായ ക്രൂരമായിട്ടുള്ള രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു, മർദ്ദന മുറകളിൽ ഏർപ്പെട്ടു. തൻ്റെ പോലീസും തൻ്റെ സേനയും തൻ്റെ ജനങ്ങൾക്കെതിരെ നടത്തുന്ന നരനായാട്ട് കണ്ടില്ലെന്ന് നടിച്ചു. ഒടുവിൽ തൻ്റെ കൊട്ടാരം മൂടി പിടിപ്പിക്കാനും തൻ്റെ ബർത്ത്ഡേ ആഘോഷിക്കാനും വേണ്ടി വലിയ ചെലവ് ഖജനാവിൽ നിന്ന് ധൂർത്തടിക്കുന്ന ഒരു നേതാവായിട്ട് മാറി. ചൗഷസ്കിക്ക് അറിയില്ലായിരുന്നു തനിക്ക് കാവൽ നിൽക്കുന്നവർ പോലും തനിക്കെതിരെ തിരിയുന്നു എന്നുള്ളത്. ഒടുവിൽ ഒരു 1989 ഈ ചൗഷസ്കിയെ സ്വന്തം ഭരണകൂടം തൂക്കിലേറ്റുന്ന കഥയാണ് നമ്മുടെ മുന്നിലുള്ളത്. ചൗഷസ്കിക്ക് എന്താ സംഭവിച്ചത്? ഏറ്റവും ദരിദ്രമായ കാലത്തിലൂടെ അധികാരത്തിന് ഇരയായി തീർന്ന് ഒടുവിൽ അതേ അധികാരം തൻ്റെ കയ്യിൽ വരുമ്പോൾ ആ അധികാരം കൊണ്ട് വീണ്ടും ഇരയാക്കപ്പെടുന്ന ഒരാളായിട്ട് മാറുന്നു എന്നുള്ളതാണ് ചൗഷസ്കിയുടെ കാര്യത്തിൽ സംഭവിച്ചത്. ഇത് ഏതു നേതാവിനും സംഭവിക്കാവുന്ന കാര്യമാണ്. തുടർച്ചയായിട്ടുള്ള ഭരണം നിങ്ങളിൽ അത്രമേൽ ജാഗ്രതയില്ലെങ്കിൽ അധികാരം നിങ്ങളുടെ പുറത്ത് അധികാരം സ്ഥാപിക്കും. ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രത്യേകതയുണ്ട്. ഇന്ന് EK നയനാരുടെ ഓർമ്മദിനം കൂടിയാണ്. 2004 ഇതേ ദിവസമാണ്, മെയ് മാസം 19-ാം തീയതിയാണ് EK നയനാർ നമ്മളെ വിട്ടുപോകുന്നത്. 22 വർഷം കഴിയുന്നു. EK നയനാർ ജോൺ ബ്രിട്ടാസിന് കൊടുത്തൊരു അഭിമുഖം സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ വൈറലാണ്. അതിൽ EK നയനാർ പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമുണ്ട്. 3 കാര്യങ്ങൾ വേണം ഒരു തെരഞ്ഞെടുപ്പിന് ശേഷം അധികാരത്തിൽ തുടരണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാൻ. 1 രാഷ്ട്രീയം, 2 സാമ്പത്തികം, 3 ഫിലോസഫി.
ഈ 3 കാര്യങ്ങളിൽ ഏതാണ് നിങ്ങൾ ജനങ്ങളുമായിട്ട് സംവദിച്ചത്, ജനങ്ങൾക്ക് കൊടുത്തത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഞാൻ എൻ്റെ 5 വർഷത്തിനുള്ളിൽ ജനങ്ങളുടെ സാമ്പത്തികാവസ്ഥ മെച്ചപ്പെടുത്തി, എക്കണോമി നന്നായി. പക്ഷേ രാഷ്ട്രീയവും കുറേയൊക്കെ ഞാൻ പറയാൻ ശ്രമിച്ചു. ശരിയാണ്, 1987-91 കെ നായരുടെ ഭരണകാലം ഓർമ്മയുണ്ടല്ലോ, മികച്ച ഭരണകാലമായിരുന്നു. അന്ന് തദ്ദേശ തെരഞ്ഞെടുപ്പിൽ, ജില്ലാ കൗൺസിൽ നടന്ന തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷവും കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കൊപ്പം നിന്നു. വരുന്നത് ഇടതുപക്ഷ സർക്കാരാണെന്ന് എല്ലാവരും കരുതി. പക്ഷേ 91 എന്താ സംഭവിച്ചത്? വൈകാരികമായ ഒരു പ്രശ്നം അവിടെ ഉണ്ടായി. രാജീവ് ഗാന്ധിയുടെ മരണം, തുടർന്നുണ്ടാവുന്ന വൈകാരികമായിട്ടുള്ള ആ മലവെള്ളപ്പാച്ചിലിൽ അന്ന് കെ നായർക്കൊപ്പം അധികാരം നിന്നില്ല. കെ നായർ പിന്നെയും പരാജയപ്പെട്ടിട്ടുണ്ട്. എപ്പോഴാണ് അദ്ദേഹം 2001 കെ നായർ പരാജയപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി ആയിരുന്നതിന് ശേഷം വീണ്ടും അദ്ദേഹം പരാജയപ്പെടുന്ന സാഹചര്യം ഉണ്ടാവുന്നു. അപ്പോൾ കെ നായർ പറയുന്നതിലെ ഒരു പ്രധാനപ്പെട്ട ഭാഗം ഇവിടെയും ബാധകമാണ്. നിങ്ങൾ സാമ്പത്തികമായി വികസന കേരളത്തിൽ, ഞാൻ ഇപ്പോഴും പറയുന്നു, 2ാം പിണറായി സർക്കാരിൻ്റെ കാലത്ത് വികസനം വളരെ കൃത്യമായി തന്നെ നടപ്പാക്കാൻ ശ്രമിച്ചു. വികസന കേരളത്തിൻ്റെ ഒരു പര്യായമായ 2ാം പിണറായി സർക്കാർ മാറി എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല. ജനങ്ങൾ ക്ഷേമപരമായിട്ടുള്ള ഒരുപാട് പദ്ധതികളുണ്ടായി, ജനങ്ങളുടെ ജീവിത നിലവാരം മാറ്റുന്ന തരത്തിലുള്ള പദ്ധതികളുണ്ടായി. ആ കാര്യത്തിൽ നിന്നും എനിക്കൊരു സംശയമില്ല. ഞാൻ ഇപ്പോഴും പറയും, അതൊക്കെ സർക്കാർ ചെയ്യേണ്ടിയിരുന്നതാണ്. പ്രത്യേകിച്ച് ദാരിദ്ര്യമുക്ത കേരളം എന്ന് പറയുന്ന സങ്കല്പം പോലെ തന്നെ ജനങ്ങളോട് അടുത്തെറിഞ്ഞൊരു പദ്ധതിയായിരുന്നു. പക്ഷേ 2 പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. ഒന്ന് രാഷ്ട്രീയവും, മറ്റൊന്ന് ഫിലോസഫിയും. ആ രാഷ്ട്രീയം എന്നുള്ളത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് നമ്മളൊക്കെ വിമർശിച്ചിട്ടുള്ളതാണ്. വെള്ളാപ്പള്ളി നടേശൻ്റെ വാക്കുകൾക്ക് തടയിടാൻ പോകാതെ പോയപ്പോൾ അവിടെ യഥാർത്ഥത്തിൽ ജനങ്ങളെ ബാധിക്കുന്ന ഈ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും പ്രധാനപ്പെട്ട രാഷ്ട്രീയം അവിടെ ചോദ്യം ചെയ്യപ്പെടുകയായിരുന്നു. നമ്മൾ ഈ വേദിയിൽ എല്ലാവരും ഒരുമിച്ചാണ് വെള്ളാപ്പള്ളി നടേശൻ്റെ പരാമർശത്തെ എതിർത്തത്. ആ പരാമർശം പിൻവലിക്കണമായിരുന്നു. വെള്ളാപ്പള്ളി നടേശനെ അന്ന് പ്രവീൺ തൊഗാഡി എന്ന് പണ്ട് വിശേഷിപ്പിച്ച അതേ പിണറായി വിജയൻ മൗനം പാലിച്ചത് മറ്റൊരു രാഷ്ട്രീയത്തിന് തുടക്കമായി ജനങ്ങൾ വ്യാഖ്യാനിച്ചു. അതിനുള്ള സാഹചര്യം ഒരുക്കി കൊടുത്തു. പിന്നീട് തുടർച്ചയായിട്ട് സമാനമായ രീതിയിലുള്ള ഒരു ചരടിൽ കോർത്തിണക്കാവുന്ന സംഭവങ്ങളുണ്ടായി. ജാഗ്രതക്കുറവ്, PMC വിഷയത്തിൽ, ലേബർ കോഡ് വിഷയത്തിൽ ഒക്കെ ഉണ്ടാകുന്ന സംഭവങ്ങളെ ന്യൂനപക്ഷ വിരുദ്ധം എന്ന് പറയുന്ന രാഷ്ട്രീയത്തിലേക്ക് ഇടതുപക്ഷത്തെ കൊണ്ട് കിട്ടി. പക്ഷേ അപ്പോഴും അപകടം മനസ്സിലായില്ല. അഥവാ അപകടം മനസ്സിലായില്ലെങ്കിലും മൗനം പാലിച്ചു. ഓരോ ദിവസവും പിണറായി വിജയൻ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രതിനിധിയാണെന്ന മറ്റുള്ള നെറേറ്റീവുകൾ കൂടി വന്നു. ഒരു ഭാഗത്ത് ഒരു ന്യൂനപക്ഷ വോട്ടുകൾ കൂട്ടത്തോടെ പാർട്ടിയിൽ നിന്ന് ഇറങ്ങിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അതൊരു രാഷ്ട്രീയം. രണ്ടാമത്തത് അതിനേക്കാൾ വലിയ രാഷ്ട്രീയവും ഫിലോസഫിയും എന്ന് പറയുന്നത് ഒരൊറ്റ സ്റ്റേറ്റ്മെൻറ്റാണ്. നമ്മൾ ആരും അംഗീകരിക്കാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് രക്ഷാപ്രവർത്തനം എന്ന് പറയുന്ന സ്റ്റേറ്റ്മെൻറ്റ്. അത് രക്ഷാപ്രവർത്തനമേ ആയിരുന്നില്ല എന്നുള്ളത് നവകേരള സദസ്സിൻ്റെ ഉദ്ദേശ ലക്ഷ്യത്തെ പരാജയപ്പെടുത്തിയതായിരുന്നു. ജനങ്ങളുമായിട്ട് നേരിട്ട് ബന്ധപ്പെടേണ്ട സർക്കാർ ജനങ്ങളെ ശിക്ഷിക്കുന്ന പോലീസായി മാറുന്നു എന്നുള്ള കാഴ്ചയെ നമ്മൾ ആലപ്പുഴയിൽ കണ്ടത്. അതിലും അപകടകരമായൊരു സ്റ്റേറ്റ്മെൻറ്റ് പിണറായി വിജയൻ്റെ ഭാഗത്തുനിന്ന് വന്നു. അതും നമ്മൾ വിമർശിച്ചതാണ്. എന്താണ്? വീട്ടിൽ പോയി ചോദിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു പ്രശ്നം. അവിടെ ഒരു പ്രശ്നമുണ്ട്. എന്താണെന്ന് വെച്ചാൽ, ചോദ്യങ്ങളുടെ മുന്നിൽ ഒരു രാഷ്ട്രീയം ഉണ്ടാവുന്നത് എപ്പോഴാണ്? വീട്ടിൽ നിന്ന് ചോദിക്കുന്ന ചോദ്യങ്ങളല്ല, വീട്ടിൽ നിന്ന് പുറത്തേക്കിറങ്ങി ചോദിക്കുന്ന ചോദ്യങ്ങളിലാണ് രാഷ്ട്രീയം എന്ന് പറയുന്ന ഒരു ഫിലോസഫി യഥാർത്ഥത്തിൽ നമ്മൾ മനസ്സിലാക്കേണ്ടതായിരുന്നു. പിണറായി വിജയൻ മനസ്സിലാക്കേണ്ടതായിരുന്നു. ഈ ചോദ്യങ്ങളൊക്കെ ചോദിക്കുമ്പോഴും നിശബ്ദമായിരുന്ന പാർട്ടിക്ക്, ഞാൻ അതാ പറഞ്ഞത്, പിണറായി വിജയൻ എന്ന് പറയുന്ന ഒറ്റ വ്യക്തിയിലേക്കല്ല, ഈ കഴിഞ്ഞ 5 വർഷവും നോക്കൂ, 2016-2021 കാലഘട്ടത്തിലെ പിണറായി വിജയനെ മാധ്യമങ്ങൾ വല്ലാതെ വേട്ടയാടിയിട്ടുണ്ട്. നമ്മൾ ഈ ചർച്ച നടത്തുന്ന സമയത്തെല്ലാം സ്വർണ്ണക്കടത്തിൻ്റെ പേരിൽ, നയതന്ത്ര ബാഗേജ് കടത്തിൻ്റെ പേരിൽ, ലൈഫ് മിഷൻ്റെ പേരിൽ ഒക്കെ പിണറായി വിജയനെ വേട്ടയാടിയിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രി ആകാതിരുന്നപ്പോഴും വേട്ടയാടപ്പെട്ട പാർട്ടി സെക്രട്ടറിയാണ് പിണറായി വിജയൻ. ഒരു സംശയമില്ല, ഒരു മാധ്യമ പരിലാളനയും പിണറായി വിജയന് കിട്ടിയിട്ടില്ല. പക്ഷേ 2021 ശേഷം എന്താ സംഭവിച്ചത്? അതേ പിണറായി വിജയൻ അധികാരത്തിൻ്റെ തുടർച്ച വന്നപ്പോൾ തൻ്റെ മാത്രം നേട്ടമായി അതിനെ കണക്കാക്കിയോ? അതിനെ എന്തുകൊണ്ടാണ് ഈ ബോർഡ് വയ്ക്കാൻ പാർട്ടി സമ്മതിച്ചത് എന്നുള്ളതാണ്. എന്താണ് മറ്റാരുണ്ട് LDF അല്ലാതെ എന്നുള്ള ബോർഡിൽ എന്തുകൊണ്ടാണ് പിണറായി വിജയൻ്റെ മാത്രം ഫോട്ടോ വന്നത്? അവിടെ ഒരു മന്ത്രിയുടെയും ഫോട്ടോ വയ്ക്കാൻ ധൈര്യപ്പെടാതെ പോയത് എന്തുകൊണ്ടാണ്? നോക്കൂ, 2021 വിജയിച്ച് കയറിയത് മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മാത്രം എടുക്കുകൊണ്ടല്ലെന്ന് നമ്മൾ എത്രയോ തവണ പറഞ്ഞിട്ടുണ്ട്. തോമസ് ഐസക്കിൻ്റെ, G സുധാകരൻ്റെ, ശൈലജ ടീച്ചറിൻ്റെ ഒക്കെ സാന്നിധ്യം 2021 വരെയുള്ള മന്ത്രിസഭയിലുണ്ടായിരുന്നു. പക്ഷെ പിന്നീട് നമ്മൾ എല്ലാവരും അപ്രസക്തമാവുകയും അധികാരം ഒരാളിലേക്ക് കേന്ദ്രീകരിക്കുകയും ചെയ്യുന്നുവെന്ന നരേറ്റീവ് ശക്തമാവുന്നു. അത് കൃത്യമായും ജനങ്ങളിലേക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യപ്പെടുന്ന ഫിലോസഫിയായിട്ട് മാറുന്നു. അത് പാർട്ടി തിരിച്ചറിയാതെ പോയി എന്നിടത്താണ് അപകടം സംഭവിക്കുന്നത്. 2 കാര്യങ്ങളിൽ, പേരാവൂരിൽ ശൈലജ ടീച്ചർ മത്സരിക്കാൻ പോകുമ്പോൾ നമ്മളോട് തന്നെ ശൈലജ ടീച്ചർ പറഞ്ഞു അവിടെ മത്സരിച്ച് വിജയിക്കാൻ സാധ്യത കുറവാണ്. പക്ഷേ ടീച്ചർ എന്താ പുറത്തു പറയുന്നത്? തിരിച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് എന്നെ നിയോഗിച്ചത് എന്നാണ്. ആ നരേറ്റീവിലൂടെയാണ് യഥാർത്ഥത്തിൽ നമ്മൾ തിരിച്ചറിഞ്ഞത്. യഥാർത്ഥത്തിൽ ശൈലജ ടീച്ചറിനെ മുന്നിൽ നിർത്തി ഈ തെരഞ്ഞെടുപ്പിനെ നേരിട്ടാൽ എന്തായിരുന്നു പ്രശ്നം? ഞാൻ ഇപ്പോഴും കരുതുന്നത്, തെരഞ്ഞെടുപ്പിൻ്റെ അവസാന ഘട്ടത്തിൽ ഈ ഇൻ്റർവ്യൂ കൊടുക്കുന്ന സമയത്ത് പിണറായി വിജയൻ,
ഞാനിനി അധികാരത്തിൽ, അതായത് ഞാൻ ജയിച്ചു വന്നാൽ പോലും മുഖ്യമന്ത്രിയായി കേരളത്തിന് ഒരു സ്ത്രീമുഖം വേണമെന്നൊരൊറ്റ സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിരുന്നെങ്കിൽ ഈ ജനവിധിയിൽ എത്രമാത്രം തിരിച്ചൊരു രാഷ്ട്രീയം പ്രവർത്തിക്കുമായിരുന്നു എന്ന് ആലോചിച്ച് നോക്കിക്കേ. പക്ഷെ അങ്ങനെ ഒരിക്കലും പിണറായി വിജയൻ പറയാനോ അങ്ങനെ പിണറായി വിജയനെ കൊണ്ട് ചിന്തിപ്പിക്കാനോ പാർട്ടിയോ ജില്ലാ ഘടകമോ അതിൻ്റെ ഏതെങ്കിലും തരത്തിലുള്ള പ്രാദേശിക ഘടകമോ ശ്രമിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് സംശയമാണ്. കാര്യം അതെല്ലാം ഘടകങ്ങളും ഒറ്റ വാഴ്ത്തുപാട്ടിലേക്ക് മാറിപ്പോകുന്ന സാഹചര്യമുണ്ടായി. അവിടെയാണ് ചോദ്യങ്ങൾ ഉയരേണ്ടത്. ആ ചോദ്യങ്ങൾ ജില്ലാ ഘടകത്തിൽ നിന്ന് മാത്രമല്ല, ബ്രാഞ്ചിൽ നിന്ന്, ലോക്കലിൽ നിന്ന്, ഏരിയയിൽ നിന്ന്, ജില്ലാ കമ്മിറ്റിയിൽ നിന്ന്, സംസ്ഥാന കമ്മിറ്റിയിൽ നിന്ന് ചോദ്യങ്ങളായി വരികയും ഒരു നേതാവും ഈ പാർട്ടിയിൽ മറ്റൊരു സഖാവിനും മീതെയല്ല എന്നൊരു സന്ദേശം ഉണ്ടാവുകയും ചെയ്യുമ്പോഴാണ് യഥാർത്ഥത്തിൽ അവിടെ രാഷ്ട്രീയം ഇടതുപക്ഷ രാഷ്ട്രീയമായി മാറുന്നത്. അത് ഈ കഴിഞ്ഞ ആ രാഷ്ട്രീയവും ആ ഫിലോസഫിയും 5 വർഷത്തെ സർക്കാരിൽ നിന്ന് ചോർന്നുപോയി എന്നുള്ള വിമർശനം വളരെ ശക്തമാണ്. അത് പിണറായി വിജയൻ മാത്രമല്ല അതിന് ഉത്തരവാദി. പിണറായി വിജയനെ ആ നിലയിലേക്ക്, അധികാരത്തിനിരയാക്കത്തക്ക രീതിയിലേക്ക്, വാഴ്ത്തുപാട്ടോടുകൂടി കാരണഭൂതൻ എന്ന രീതിയിലേക്ക് മുന്നോട്ട് കൊണ്ടുപോയ അദ്ദേഹത്തിൻ്റെ പാർട്ടിയും പാർട്ടിയിലെ എല്ലാ ഘടകങ്ങളും തുല്യമായ ഉത്തരവാദികളാണ് എന്നുള്ളതാണ്. സെബാസ്റ്റ്യൻ പോൾ എപ്പോഴും പറയുന്നൊരു ഉദാഹരണമാണ് നമ്മുടെ സ്റ്റാലിൻ്റെയും ക്രൂഷ്ചേവിൻ്റെയും കാര്യം. സ്റ്റാലിൻ്റെ കാലശേഷം അവിടെ സ്റ്റാലിനെക്കുറിച്ചുള്ള, സ്റ്റാലിൻ്റെ ഭരണകാലത്തെക്കുറിച്ചുള്ള വിമർശനങ്ങൾ നടക്കുമ്പോൾ ക്രൂഷ്ചേവ് ചോദിച്ച ചോദ്യം ഇതാണ്. ക്രൂഷ്ചേവ് ഓരോരോ ചോദ്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രൂഷ്ചേവിനോട് സദസ്സിൽ നിന്ന് ആൾ ചോദിക്കുന്നു, താങ്കൾക്കിത് നേരത്തെ പറഞ്ഞുകൂടെ? ക്രൂഷ്ചേവ് മറുപടി പറയുന്നു, ഇതാരാ ചോദിച്ചത് എന്നൊരു ചോദ്യം. ഒരൊറ്റയാൾ പോലും സദസ്സിൽ നിന്ന് കൈ ഉയർത്തുന്നില്ല എന്നുള്ളതാണ്. ഇത് തന്നെയാണ് അക്കാലത്തും സംഭവിച്ചു പോയത് എന്നുള്ളതാണ്. ഇത് പാർട്ടി തിരിച്ചറിഞ്ഞതുകൊണ്ടാണ് പാർട്ടിയിൽ നിന്ന് ഓരോ ജില്ലാ ഘടകത്തിൽ നിന്നും ആ ചോദ്യങ്ങൾ ഇപ്പോൾ ഉയരുന്നത്. ഈ ചോദ്യം യഥാർത്ഥത്തിൽ 2022 മുതൽ തുടങ്ങണമായിരുന്നു എന്നുള്ളതാണ് എൻ്റെ പക്ഷം. ആ രക്ഷാപ്രവർത്തനത്തിൻ്റെ സമയത്ത് ഒരു പാർട്ടി സെക്രട്ടേറിയറ്റിലെ ഒരു ചർച്ചയിലും ഈ പറയുന്ന രീതിയിൽ ഒരു വിമർശനം ഉണ്ടായില്ല എന്നുള്ളതാണ്. അവിടെ നിന്നെങ്കിലും തിരുത്തിയിരുന്നെങ്കിൽ ഈ പിണറായി വിജയന് പകരം പല മുഖങ്ങളും ഈ പാർട്ടിയിലുണ്ട് എന്ന് പറഞ്ഞിരുന്നെങ്കിൽ സാധ്യമാകുമായിരുന്നു. നോക്കൂ, ഇന്ന് പ്രതിപക്ഷ നേതാവായി പിണറായി വിജയൻ അല്ലെങ്കിൽ എടുത്തു പറയാൻ പറ്റുന്ന പേരുകൾ വളരെ ചുരുക്കമല്ലേ? KN ബാലഗോപാൽ, അല്ലെങ്കിൽ മുഹമ്മദ് റിയാസ്, ഇല്ലെങ്കിൽ നിൽക്കുന്നത് സജി ചെറിയാൻ. സെക്രട്ടേറിയറ്റിൽ 3 അംഗങ്ങൾ മാത്രമാണ് പിണറായി വിജയൻ കൂടാതെ വിജയിച്ച് കയറിയിരിക്കുന്നത്. ആ അവസ്ഥയിലേക്ക് പാർട്ടി എത്തുമായിരുന്നില്ല എന്നുള്ളതാണ്. പി രാജീവ്, MB രാജേഷ്, ഷംസീർ, ഒന്ന് ആലോചിച്ച് നോക്കൂ. ഷംസീർ കഴിഞ്ഞ തവണ സ്പീക്കറായിട്ട്, ഞാൻ ഒറ്റ കാര്യം മാത്രം പറയാം, ഷംസീർ കഴിഞ്ഞ തവണ സ്പീക്കറായിട്ട് എങ്ങനെയാണ് ഒതുക്കപ്പെട്ടു പോയത്? ഇതെല്ലാം പരസ്യമായി പാർട്ടിയിലെ നേതാക്കൾക്കറിയാം. ഇതെന്തുകൊണ്ടാണ് കമ്മ്യൂണിക്കേറ്റ് ചെയ്തത്? ചില സമയങ്ങളിലെങ്കിലും രാഷ്ട്രീയ ശരികൾ എന്ന് പറയുന്നത് പൊതുജനങ്ങളെ വിശ്വസിപ്പിക്കാനുള്ള പ്രതിച്ഛായ നിർമ്മിതിയുമായി ചേർന്നു പോകുന്നതല്ല. അവിടെ മുഹമ്മദ് റിയാസ് വരുന്നു, മുഹമ്മദ് റിയാസ് MLA തിരഞ്ഞെടുക്കപ്പെട്ടു, നല്ല കാര്യം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയത്തെ അംഗീകരിച്ചു. വളരെ പെട്ടെന്ന് അദ്ദേഹത്തെ മന്ത്രിയായി ഉയർത്തിക്കാട്ടുന്നു, ഷംസീർ സ്പീക്കറായിട്ട് മാറുന്നു, മറ്റ് നേതാക്കളെ തിരഞ്ഞെടുപ്പ് മത്സരിക്കാൻ അനുവദിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നു. ഇതെല്ലാം ജനങ്ങൾ കൃത്യമായി നോക്കുകയും കാണുകയും ചെയ്യുന്നുണ്ട് എന്ന ബോധ്യമുണ്ടാവുകയും പാർട്ടി അത്തരത്തിൽ ഒരു വളരെ പ്രതീതി നിർമ്മാണങ്ങളുടെ കാലത്ത് സൂക്ഷ്മതയും അച്ചടക്കവും പുലർത്തണമെന്നുള്ള കാര്യം പാർട്ടി പിണറായി വിജയനെ ഓർമ്മിപ്പിക്കാതിരുന്നതിൻ്റെ പിഴ കൂടിയാണ് ഇത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ പിണറായി എന്ന വ്യക്തിയിലേക്ക് മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ടതല്ല, പകരം എന്തുകൊണ്ട് ചോദ്യം ചെയ്യപ്പെടാത്ത ഒരു സർക്കാരായിട്ട് മാറി, ഈ പാർട്ടി നിയന്ത്രിക്കാത്ത സർക്കാരായിട്ട് മാറി എന്ന ചോദ്യത്തിലാണ് പാർട്ടി ഉത്തരം കണ്ടെത്താൻ ശ്രമിക്കേണ്ടത്. ഓരോ പോളിസിയും അങ്ങനെ സൂക്ഷ്മമായി വിലയിരുത്തുമ്പോൾ ആശാവർക്കർമാരുമായിട്ടുള്ള വിഷയത്തിൽ എന്തുകൊണ്ടാണ് പാർട്ടി അങ്ങനെ നിലപാടെടുത്തത്? ഈ 3000 രൂപ അന്ന് ആശാവർക്കർമാർക്ക് ഓണറേറിയം കൂട്ടിക്കൊടുക്കാൻ തീരുമാനിച്ചിരുന്നെങ്കിൽ ഈ സമരം തുടരുമായിരുന്നോ? പകരം എന്തുകൊണ്ടാണ് ഒരു 500 രൂപയെങ്കിലും കൂട്ടിക്കൊടുക്കാൻ ആ സമ്മേളനത്തിൽ മന്ത്രി പറഞ്ഞതായിട്ടാണ് ആ മന്ത്രി എന്നോട് പറഞ്ഞത്. പക്ഷേ അന്ന് സമ്മതിച്ചില്ല. കാര്യം അന്ന് സാങ്കേതികത്വത്തിൽ നിന്നു. കാര്യം എന്താ? ഓണറേറിയം എന്നുള്ളത് കേന്ദ്രത്തിൻ്റെതാണ്, അത് വേജുമായിട്ട് ബന്ധിപ്പിക്കാൻ പറ്റുന്നതല്ല. അവിടെയൊക്കെ പാർട്ടിയുടെ അല്ലെങ്കിൽ ഈ പറയുന്ന സർക്കാരിൻ്റെ മർക്കടമുഷ്ടി എന്ന് പറയും, അതവിടെ ആ രീതിയിൽ പ്രയോഗിച്ചു. അതിനെ തിരുത്താൻ പാർട്ടി തയ്യാറായില്ല. ഈ രക്ഷാപ്രവർത്തനം ആ സമയത്ത് തന്നെ ഉദ്യോഗസ്ഥരെ മാറ്റി നിർത്താൻ മുഖ്യമന്ത്രി തയ്യാറായിരുന്നെങ്കിൽ ഇന്നിപ്പോൾ AD തോമസ് നിയമസഭയിൽ ഇരിക്കില്ല. ഇന്ന് ഈ പറയുന്നത് പോലെ ഈ PK ശ്യാമളയുടെ കാര്യത്തിൽ സുകന്യ പറയുന്നൊരു കാര്യമുണ്ടല്ലോ, ഒരു പൊതുബോധ നിർമ്മിതി ഉണ്ടായി. ആ പൊതുബോധ നിർമ്മിതിക്കിടയാവുന്ന സാഹചര്യത്തിൽ അങ്ങനൊരു സ്ഥാനാർത്ഥിത്വം ഉണ്ടായില്ലെങ്കിൽ ആർക്കാ നഷ്ടം? അവിടെ ശൈലജ ടീച്ചറെയോ സുകന്യയോ സ്ഥാനാർത്ഥിയായിരുന്നെങ്കിൽ ഇന്ന് 4 സീറ്റ് വടക്കൻ കേരളത്തിൽ CPM-നൊപ്പം നിൽക്കുമായിരുന്നു. ഒരൊറ്റ തീരുമാനമായിരുന്നു അത്. പക്ഷേ അവിടെ എന്താ? പൊതുബോധ നിർമ്മിതിയുടെ ഭാഗമായിട്ട് തീർന്നു എന്നുള്ളതാണ് വാസ്തവം. അതാണ് ഇന്നിപ്പോൾ സുകന്യ കൂടി പറയാൻ ശ്രമിച്ചത്. ആ പൊതുബോധ നിർമ്മിതി എന്തെന്ന് തിരിച്ചറിയാൻ പാർട്ടിക്ക് സാധിക്കാതെ പോയി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് പിണറായി ചോദ്യം ചെയ്യപ്പെടുന്നു, ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. Meet the editors.